അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലിഖാ കാണുക, സ്വർഗത്തിൽ കടക്കുക, അല്ലെ? അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവാനുള്ള ചെറിയ ഒരു സമയമാണ് നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചപ്പോ നമുക്ക് ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട്. ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ ഒരു മിനിറ്റ് പോലും നമുക്ക് സമയമില്ല നിസ്കാരത്തിന് വേണ്ടി. അപ്പൊ നമ്മുടെ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് നിസ്കാരമാ? മയ്യത്ത് നിസ്കാരം. ബാങ്കും ഇക്കാമത്തും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ആ നിസ്കാരത്തിന് നിൽക്കുന്നുള്ള ആ ഒരു ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ ജീവിതമുള്ളൂ. ആ സമയത്ത് നമ്മൾ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ റിസൾട്ട് നന്നാക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ അള്ളാഹു താല നമുക്ക് ഫർളുകളും സുന്നത്തുകളുമായിട്ട് തന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു ചെറിയ ഒരു ദിക്റാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത, സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞു കൊടുത്ത ദിക്ർ. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇത്, പക്ഷെ നമ്മൾ അതിനെ ഗൗരവമായി എടുക്കാറില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ദിക്റാണ് എന്നും നമ്മൾ അതിന് വില കൊടുക്കുന്നില്ല എന്നുള്ളതും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, ഓരോ ആളുകളുടെയും മനസ്സിൽ കയറിക്കൂടിയ, എന്നാൽ ഈ അടുത്ത് അള്ളാഹുവിന്റെ വിധി പ്രകാരം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് ഗൂഡല്ലൂർ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു താല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളോടൊപ്പം നമ്മെ എല്ലാവരെയും അള്ളാഹു താല സ്വർഗത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് പറഞ്ഞിട്ട് നമുക്കതിനപ്പുറം നോക്കാം. ഉസ്താദിന്റെ വാക്കുകളിലേക്ക് പോകാം. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുമ്പോഴും ചൊല്ലാം. പക്ഷെ ആ ദിക്ർ ഒഴിവാക്കരുത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. 110 ദിക്റില്ലേ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് കൂട്ടുമ്പോൾ 100 ആയി. പിന്നെ ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൊത്തം 110 ആയി. ഒരു 110 ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. ഉസ്താദിന്റെ വയല് കേൾക്കുന്നതിനനുസരിച്ച് ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ എന്ത് രസമല്ലേ? ആ ഈമാൻ. ഉസ്താദ് ചുരുങ്ങിയ കാലം മാത്രമാണ് ജീവിച്ചതെങ്കിലും ഒരുപാട് വർഷങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ഉസ്താദ് ഈ സമൂഹത്തിന് ഇട്ടുകൊടുത്തിട്ടാ പോയത്. ഓരോ ആളുകളും ഒരു കാര്യം ചെയ്താൽ തന്നെ ഉസ്താദിന്റെ ദറജ എവിടെയോ എത്തിപ്പോവും, അല്ലെ? അത്രത്തോളം ഇൽമുകളാണ് ഉസ്താദ് അവர்கள் കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അവിടുത്തെ ആ സ്വഭാവം. ഉസ്താദ് പറഞ്ഞ ദിക്ർ ഏതാ? നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്ർ. നിസ്കാരം പോലും നമുക്ക് നേരാവണ്ണം നിസ്കരിക്കാൻ കഴിയുന്നില്ല, അല്ലെ? സമയത്തിന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ദിക്റുകൾ പതിവാക്കുന്നത്, അല്ലെ? നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ അത് സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തുന്ന്. മാത്രവുമല്ല, അവിടെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ അവരുടെ ഓരോ പാപങ്ങൾ ഇങ്ങനെ പുറത്തു പോവുകയാണ് എന്ന് വേറെയും ചില കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോ ഉസ്താദ് പറഞ്ഞത്, ഇനി എന്തെങ്കിലും ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും ആ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലാതിരിക്കരുത്. എഴുന്നേറ്റ് പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. നിസ്കാരത്തിന് ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, അത് 100 പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുന്ന ആ ദിക്ർ 100 പൂർത്തിയായി. വീണ്ടും 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. അങ്ങനെയാണ് 110 ദിക്ർ എന്ന് പറഞ്ഞത്. ഇത് ചെല്ലാൻ എത്രയാ സമയം വേണ്ടത്? ഞാൻ 2 മിനിറ്റ് എന്നാണ് തമ്പനയിൽ കൊടുത്തിട്ടുള്ളത്. 2 മിനിറ്റും വേണ്ടി വരില്ല, അല്ലെ? നമ്മൾ അങ്ങനെയാണല്ലോ ചൊല്ലുന്നത്. പക്ഷേ അക്ഷരത്തെറ്റുകളില്ലാതെ
വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലാൻ. കാരണം അക്ഷരങ്ങൾ മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥങ്ങളും മാറും. അപ്പൊ അത് ദിക്ർ അല്ലാതെയാകും. നമ്മൾ വേറെന്ത് കാര്യത്തിന് വേണ്ടിയും നമ്മൾ തിരക്ക് കൂട്ടാറില്ല. പക്ഷെ നിസ്കാരം, ദിക്ർ, ഓത്ത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്പീഡ് അങ്ങോട്ട് കയറലാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്പീഡ് അങ്ങോട്ട് എക്സ്ട്രാ വരികയാണ്. അതേ സ്ഥാനത്ത് മൊബൈൽ നോക്കുകയാണെങ്കിലോ അതിന് ഒരു പ്രശ്നമില്ല. എത്ര ലാഗ് ആയെങ്കിലും കുഴപ്പമില്ല, അത് കണ്ടിട്ടേ പോവുള്ളൂ. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിലേക്ക്, ഖുർആനോത്തിലേക്ക്, നിസ്കാരത്തിലേക്ക് ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സ്പീഡ് അങ്ങോട്ട് നമ്മൾ അറിയാതെ കയറിപ്പോവുകയാണ്. എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് പെട്ടെന്ന് നിസ്കരിച്ച് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും തസ്ബീഹും ദിക്റുകളൊക്കെ ചൊല്ലുന്ന ആളുകളാണ് ഈ പറയുന്ന ഞാനടക്കം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ആരെയും കുറ്റം പറയല്ല. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാനിന്റെ കുറവാണത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈമാൻ കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കുമാറാവട്ടെ. ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല ഈ ദുനിയാവിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ട് വിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.